എൻ്റെ പെണ്ണ് ഭാഗം 4. മീനുട്ടി, ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ നീ? നിനക്ക് പോവണ്ടേ ഇന്ന്? മീനാക്ഷിയെ തട്ടി വിളിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു. എന്താ അമ്മേ ഇത്? വൈകിട്ടല്ലേ പോകുന്നത്? അതിനിപ്പോൾ തന്നെ എണീറ്റ് റെഡിയായി നിൽക്കണോ? കണ്ണു തിരുമ്മി എണീറ്റുകൊണ്ട് മീനാക്ഷി പറഞ്ഞു. അതിന് വൈകിട്ടാണ് പോകുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നേരത്തെ ഇറങ്ങാനാ നിൻ്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത്. അപ്പോഴേ സന്ധ്യയ്ക്ക് മുൻപ് അവിടെ എത്തുള്ളൂ എന്ന്. നീ ഒന്ന് എണീറ്റ് വന്നേ ആദ്യം. അതും പറഞ്ഞ് മീനാക്ഷിയെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് ശാലിനി അവളെ ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന മീനാക്ഷി കാണുന്നത് അവൾക്കിടാൻ വേണ്ടി ശാലിനി ബെഡിലെടുത്തു വെച്ച ധാവണിയാണ്. അയ്യേ, ഈ അമ്മ എന്താ ഇതൊക്കെ എടുത്തു വച്ചേക്കുന്നത്? ഇതൊന്നും ഇട്ടുകൊണ്ട് പോവാൻ എന്നെ കൊണ്ടാവില്ല. അവൾ കബോർഡ് തുറന്ന് ഒരു വൈറ്റ് ടീഷർട്ടും നീല ജീൻസും എടുത്തിട്ടു. ആ ഡ്രസ്സിൽ താഴേക്ക് വരുന്ന മീനാക്ഷിയെ നോക്കി ശാലിനി ചോദിച്ചു. മീനൂട്ടി, നിനക്ക് വേണ്ടി ഞാൻ ബെഡിലെടുത്ത് വെച്ച ഡ്രസ്സ് നീ കണ്ടില്ലായിരുന്നോ? കണ്ടു. അതുകൊണ്ട് തന്നെയാ ഇതെടുത്തിട്ടത്. ഒരു ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാ അമ്മ അതൊക്കെ ഇട്ടിട്ട് പോകുന്നത്? എനിക്കിതാണ് കംഫർട്ട്, എനിക്കിത് മതി. ആ കൊള്ളാം. ഈ വേഷത്തിലെങ്ങാനും നിൻ്റെ അമ്മൂമ്മ നിന്നെ കണ്ടാൽ വച്ചേക്കില്ല എന്നെ. അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞോളാം. അമ്മ ഇനി ഒന്നും പറയണ്ട. ഞാനിത് മാറ്റാൻ പോകുന്ന പ്രശ്നമില്ല. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. പക്ഷെ ആ കീറിയ പാൻറ് ഒഴിവാക്കിയിട്ട് ഒരു നല്ല പാൻറ്റെങ്കിലും എടുത്തിടേണ്ട മീനുട്ടി, ശാലിനി കെഞ്ചിക്കൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോഴാണ് മുറ്റത്ത് നിന്നും കാറിൻ്റെ ഹോൺ കേട്ടത്. നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. അരുൺ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മീനാക്ഷിയോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് ശാലിനി ഉമ്മറത്തേക്ക് പോയി. മീനാക്ഷി ഒരു നിമിഷം അവിടെ തരിച്ചു നിന്നുപോയി. അരുണേട്ടൻ വന്നു എന്ന് തന്നെയല്ലേ അമ്മ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്? അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്നത് പോലെ തോന്നി. അവൾ കർട്ടനൊന്ന് നീക്കി ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. അരുണേട്ടൻ, അവൾ അറിയാതെ ഒന്ന് മനസ്സിൽ പറഞ്ഞു. ദൂരെ നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഇത്രയും അടുത്ത് കാണുന്നത് ഇതാദ്യമായിട്ടാ. അരുണിൻ്റെ മാറ്റം കണ്ട് മീനാക്ഷിക്ക് വിശ്വസിക്കാനായില്ല. മുറ്റത്ത് നിൽക്കുന്ന ആ ജിമ്മൻ അരുൺ തന്നെയാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. അവൾ അരുണിനെ കൺകുളിർക്കെ നോക്കി നിന്നു. അന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അരുണേട്ടൻ്റെ കൂടെ തനിക്ക് എത്ര നല്ല നിമിഷങ്ങൾ ഉണ്ടായേനെ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അപ്പോഴേക്കും ഉമ്മറത്തേക്ക് പോയ ശാലിനി അകത്തേക്ക് വന്നു. നീ ഇവിടെ നിൽക്കുകയാണോ? ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ദേ അരുൺ വന്നു കേട്ടോ. അതും പറഞ്ഞ് ശാലിനി അടുക്കളയിലേക്ക് പോയി. അരുണേട്ടൻ വന്നെങ്കിലിപ്പോൾ എന്താ? അമ്മ എന്താ ഉദ്ദേശിച്ചത്? മീനാക്ഷി മനസ്സിൽ പിറുപിറുത്തു. അവൾ വേഗം കൈ കഴുകി അടുക്കളയിലേക്ക് പോയി. ശാലിനി അവിടെ അരുണിനുള്ള ചായ എടുക്കുകയായിരുന്നു. അത് അമ്മേ, അരുണേട്ടൻ എന്തിനാ വന്നത്? അരുണേട്ടനും വരുന്നുണ്ടോ കോയമ്പത്തൂരിലേക്ക്? മീനാക്ഷി വെറുതെ അവളുടെ ഒരു സംശയം ചോദിച്ചു. ആ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുമാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. ശാലിനി വളരെ നിസ്സാരമായി പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരോ? എന്നിട്ടെന്താ എന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത്? ഞാൻ തന്നെ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. എല്ലാം നിൻ്റെ അച്ഛൻ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. നീ പോയിട്ട് റെഡിയാവാൻ നോക്ക്. ഞാനിത് അരുണിന് കൊടുക്കട്ടെ. 11 മണിക്കെങ്കിലും ഇറങ്ങണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതും പറഞ്ഞ് ചായക്കപ്പ് കയ്യിലെടുത്ത് ശാലിനി വീണ്ടും ഉമ്മറത്തേക്ക് പോയി. മീനാക്ഷിക്ക് ആകെ കൺഫ്യൂഷനായി. അരുണേട്ടൻ ഒരിക്കലും ഇതിന് സമ്മതിക്കാത്തതാണ്. ചിലപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് കാണും. ഇനി ആ പഴയ ദേഷ്യം എന്നോട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ദൈവമേ, എങ്ങനെ ഈ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കും? ഈ യാത്രയോടെ എന്തെങ്കിലുമൊക്കെ തീരുമാനമാവും. മീനാക്ഷി മനസ്സിൽ ചിന്തിച്ചു. കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ വേഗം മുറിയിലേക്ക് ഓടി. അരുണിൻ്റെ കൂടെയുള്ള യാത്ര എങ്ങനെ ആയിരിക്കുമെന്ന് ആലോചിച്ച് അവളുടെ ഉള്ളിൽ ഒരു പെരുമ്പറ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൾ കണ്ണാടിയുടെ മുൻപിലായി വന്നു നിന്നു. അവളെ തന്നെ ഒന്ന് നോക്കി. അവളിട്ടിരിക്കുന്ന വേഷം ഇപ്പോഴത്തെ സിറ്റുവേഷനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ നേരത്തെ ശാലിനി ബെഡിലെടുത്ത് വെച്ച ധാവണിയിലേക്ക് ഒന്ന് നോക്കി. അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൾ ധാവണി എടുത്തെടുത്തു. അരുണിൻ്റെ ദേഷ്യം കുറയ്ക്കാൻ ചിലപ്പോൾ ഇത് സഹായിച്ചേക്കുമെന്ന് അവൾക്ക് തോന്നി. അവൾ പുട്ടപ്പ് ചെയ്തു വെച്ച തൻ്റെ മുട്ടറ്റമുള്ള മുടി അഴിച്ച് വിടർത്തിയിട്ടു. കാതിലെ ആ കുഞ്ഞി കമ്മൽ മാറ്റി ഒരു ജിമിക്ക് കമ്മലും നെറ്റിയിൽ ഒരു കുഞ്ഞി പൊട്ടും തൊട്ടു. അവൾ കണ്ണാടിയിൽ നോക്കി അവളോട് തന്നെ പറഞ്ഞു. ഓ എൻ്റെ മീനാക്ഷി, ഇപ്പോൾ നിന്നെ കണ്ടാലുണ്ടല്ലോ ആർക്കും നിന്നോട് ദേഷ്യപ്പെടാൻ തോന്നില്ല. അത്രയ്ക്ക് ക്യൂട്ടല്ലേ നിൻ്റെ മുഖം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ.
ധാവണിയും പൊക്കിപ്പിടിച്ച് സൂട്ട് കേസും വലിച്ച് ഉമ്മറത്തേക്ക് വന്ന മീനാക്ഷിയെ കണ്ട് അരുൺ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. മീനാക്ഷി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രാധിക പറയുമ്പോഴും അവളിൽ ഇങ്ങനെ ഒരു മാറ്റം അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദേവത കണക്കെ മീനാക്ഷി വരുന്നത് കണ്ട് അരുൺ അറിയാതെ ഒന്ന് വാ തുറന്നുപോയി. പക്ഷേ തൻ്റെ മുഖത്തെ ഭാവം ആരും കാണാതെ അവൻ മറച്ചു പിടിച്ചു. അപ്പോഴേക്കും അരുണിനെയും മീനാക്ഷിയെയും യാത്രയാക്കാൻ രാധികയും രവിയും അങ്ങോട്ടെത്തിയിരുന്നു. മീനുട്ടിയുടെ ആ വരവ് കണ്ടപ്പോൾ രവിക്കും രാധികയ്ക്കും ചിരിയാണ് വന്നത്. മോനെ അരുണേ, ആ പെട്ടിയൊന്ന് വാങ്ങിക്കടാ, അത് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? രവി അരുണിനോട് പറഞ്ഞു. വേണ്ട രവിയച്ച, ഞാൻ തന്നെ എടുത്തു വച്ചോളാം. അവൾ അത് പറഞ്ഞപ്പോഴേക്കും അരുൺ വന്ന് അവളുടെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങിച്ചു. അവർ പരസ്പരം ഒന്ന് നോക്കി. അരുണിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞത് മീനാക്ഷി കണ്ടു. ശരിക്കും ചിരിച്ചോ അതോ എനിക്ക് തോന്നിയതാണോ? മീനാക്ഷി മനസ്സിൽ പറഞ്ഞു. അരുൺ പെട്ടിയും സാധനങ്ങളും ഡിക്കിയിൽ വെക്കാൻ പോയി. എന്തിനാ എല്ലാവരും ചിരിച്ചത്? മീനാക്ഷി അവരോട് ചോദിച്ചു. നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ ആർക്കാ ചിരി വരാത്തത്? ശാലിനി പറഞ്ഞു. അതിന് അമ്മയ്ക്ക് തന്നെ ആയിരുന്നില്ലേ ഞാനിതെടുക്കാനിട്ട് വലിയ പ്രശ്നം. ഇനി ഞാൻ കാരണം അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് വഴക്ക് കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ഉടുത്തതാ. വേണമെങ്കിൽ അയച്ചു വയ്ക്കാം. മീനാക്ഷി ശാലിനിയോട് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വേഷത്തിൽ എൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട്, രാധിക പറഞ്ഞു. ഈ സുന്ദരിക്കോലം ഒന്ന് കാണാൻ ഞാൻ രാവിലെ എന്തോരം വായിക്കിട്ടെന്നറിയോ ചേച്ചിക്ക്? അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാനിത് ചേഞ്ച് ചെയ്യണോ? മീനാക്ഷിയുടെ കുറുമ്പ് പുറത്തേക്ക് വന്നപ്പോഴേക്കും അരുൺ അതിനിടയിൽ കയറി. എന്നാ ഞങ്ങളിറങ്ങാൻ നോക്കിയാലോ അച്ഛാ? അവൻ രവിയോട് പറഞ്ഞു. ഇറങ്ങിക്കോളൂ കുട്ടികളെ, ഇനി വൈകിക്കേണ്ട. അരുൺ, അവളെ നോക്കിക്കോണേ, എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ നല്ലത് വെച്ച് കൊടുത്തോ, ശാലിനി പറഞ്ഞു. ഓ പിന്നെ, എൻ്റെ കൊച്ചിനെ നീ തൊട്ടുവെന്ന് ഞാൻ അറിഞ്ഞാൽ അരുണേ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. രാധികയായിരുന്നു അത് പറഞ്ഞത്. ഓ ഒന്ന് നിർത്തൂ എല്ലാവരും, ഇവളെ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചേൽപ്പിച്ചേക്കാം, മതിയോ? മീനാക്ഷി അപ്പോൾ അരുണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരു മാറ്റമാ ഈ അരുണേട്ടന്. പണ്ടൊക്കെ അരുണേട്ടന് ഇഷ്ടമാവാത്തത് ആരെങ്കിലും പറഞ്ഞാൽ എണീറ്റ് പോവുകയല്ലാതെ മറുത്തൊരു വാക്കുപോലും പറയാറില്ലായിരുന്നു. ഇപ്പോൾ എന്തൊരു സ്മാർട്ടായിട്ടാ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നത്. ശാലിനി വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് മീനാക്ഷി സ്വബോധത്തിലേക്ക് വന്നത്. മീനു, നിന്നോട് ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അരുണിനെ ഇട്ട് വെറുതെ വട്ട് കളിപ്പിക്കരുത് നീ. കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യരുത്. ആ ശരി അമ്മേ, എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. അരുണും മീനാക്ഷിയും കാറിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞു. അരുൺ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് മീനാക്ഷിയോട് ചോദിച്ചു. അപ്പോൾ എങ്ങനാ, വണ്ടി എടുക്കട്ടെ മിസ് മീനാക്ഷി ദേവരാജൻ? അപ്പോൾ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.